മുൻവർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. പണ്ട് ബി ജെ പി മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ BDJS-ഉം അതിനൊപ്പം തന്നെ 2020-യും കൂടെയുണ്ട്. അപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്നത് പോലെ BJP-യുടെ സീറ്റ്, BDS-ന്റെ സീറ്റ്, 2020-യുടെ സീറ്റ്, അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ BJP-ക്ക് വർഷങ്ങളായി ഉണ്ടായിരുന്ന പ്രവർത്തകർ, മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ രണ്ടാം നിരയിലെ നേതാക്കൾക്ക് അവസരം നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ലേ? മേഘ, ഇത് നമ്മൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലുടനീളം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP-യുടേതായ ചില സ്ഥാനാർത്ഥികൾ, സ്ഥിരം ചില സ്ഥാനാർത്ഥികളുണ്ട്. നമുക്കറിയാം ചില സ്ഥാനാർത്ഥി മുഖങ്ങൾ. ഇപ്പോൾ AN രാധാകൃഷ്ണൻ ചേട്ടൻ, അല്ലെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ അറിയാവുന്ന പല നേതാക്കളുണ്ട്, കരമന ജയൻ ചേട്ടൻ, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ സ്ഥാനാർത്ഥികളാകുന്നത് ഒരു വേള അവർ ജയിച്ചാലും ഇല്ലെങ്കിലും അവർക്കുള്ളൊരു കുറച്ച് വോട്ടുകളുണ്ട്. ഇതിപ്പോൾ സംഭവിക്കാൻ പോകുന്ന NDA മുന്നണിയിൽ കുറച്ച് വന്നൊട്ടികൾ വന്നു ചേർന്നിട്ടുണ്ട്. നമ്മൾ തിരുവനന്തപുരം ഭാഷയാണോ അതിന്റെ നാടൻ ഭാഷയാണോ, വന്നൊട്ടികൾ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇവരെയൊന്നും വേറെ മുന്നണിയിലൊന്നും ആർക്കും വേണ്ട. ഇപ്പൊ BDJS, ഇപ്പോൾ ഈ പറയുന്ന BDJS-നെ ഇവിടെ ആർക്കാണ് വേണ്ടത് എനിക്കറിയില്ല. BDJS എന്ന് പറയുന്ന ഒരു പാർട്ടി ഇവിടെ ഉണ്ടെന്ന് പറയാം. അതെ, ഇപ്പൊ നമ്മള് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നേഷൻ ഫസ്റ്റ് ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. മുൻ BDJS-ന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു 2-വീലറിൽ കയറി പോകാനുള്ള ആളുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ, BDJS-ന്റെ അധപതനം സംഭവിച്ചു കഴിഞ്ഞു എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ ഇത് പറയുന്നതിൽ തെറ്റില്ല, അവർക്ക് പോലും ബോധ്യമുള്ള കാര്യമാണ്. ഒരിക്കലും ഇല്ല. കാര്യം എന്ന് വെച്ചാൽ BDJS എന്ന് പറയുന്ന ഒരു പാർട്ടി ഇവിടെ ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാം. BJP-യെ സംബന്ധിച്ച് അവർക്ക് ഇവിടെ ഒരു എൻട്രൻസ് ആവശ്യമായിരുന്നു. ഇപ്പൊ അവർക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ മേഘ, നമുക്ക് ആലോചിച്ച് നോക്കിയാലേ, നമ്മളിപ്പം ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു, അവിടെ നമുക്ക് ആരെയും പരിചയമില്ല. ആ സ്ഥലത്ത് നമുക്ക് പരിചയമുള്ള ഒരാളെങ്കിലും ഉണ്ടോ, ഇല്ലെങ്കിൽ നമ്മളൊരു പരിചയം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അത്തരത്തിലൊരു പരിചയം ഉണ്ടാക്കാനാണ് BJP-BDJS-നെ കേരളത്തിൽ ഉപയോഗിച്ചത്. ഇപ്പൊ അവർക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഈ പറയുന്ന പോലെ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന്റെ മകനും അല്ലെങ്കിൽ ആ കുടുംബത്തിനും അദ്ദേഹത്തിന് കുറച്ച് കേസുകളുള്ളത് കേന്ദ്രത്തിന്റെ പിടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബന്ധം മാത്രമാണ് അദ്ദേഹം നോക്കുന്നത്. അദ്ദേഹത്തിന് കേരളത്തിൽ ഉള്ള കുറേ കേസുകളുണ്ട്. ആ കേസുകൾ പിടിക്കാതിരിക്കാനാണ് അദ്ദേഹത്തിന് ഒരിക്കലും ഇല്ലാത്തൊരു സ്നേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, ഈ പാർട്ടിയോടുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ വെച്ചിട്ട് കുറച്ച് വോട്ട് വേണം, ഭൂരിപക്ഷത്തിലെ വോട്ട് വേണം. അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന പോലെ 2020-യും ഇവരും കൂടെ, പിന്നെ ഈ പറയുന്ന BDJS-ഉം കൂടെ ആവശ്യപ്പെട്ട് ഏതാണ്ട് എത്രയെങ്കിലും സീറ്റ് ഇവർക്ക് പോവുകയാണ്. അതെ, ഉറപ്പായും. ഇപ്പോൾ 2020 പോലൊരു പാർട്ടിയൊക്കെ BJP-യിൽ വന്നു ചേരുമ്പോൾ ഇത്ര സീറ്റ് ഞങ്ങൾക്ക് വേണമെന്ന് അവർ ഉറപ്പായും ആഗ്രഹിക്കും, ആവശ്യപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ 2020-ക്ക് മുൻതൂക്കമുള്ള സീറ്റുകളുണ്ട്, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അവർക്ക് BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJP-യെക്കാളും വോട്ട് നേടിയ സീറ്റുകളുണ്ട്. അവിടെയൊക്കെ ഇവർ ആവശ്യപ്പെടുന്നുണ്ട് സീറ്റ് വേണമെന്ന്. പക്ഷെ അല്ലാത്ത സീറ്റുകളുണ്ടല്ലോ, BJP-ക്ക് മുൻതൂക്കം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ 2020-യോ BDJS-നെ വെച്ച് നോക്കുമ്പോൾ BJP-യെക്കാളും മുന്നേറ്റം ഉണ്ടായിരുന്ന സീറ്റുകളുടെ കാര്യമാണെങ്കിൽ ഓക്കെ, BJP-യെക്കാളും സീറ്റ് കുറഞ്ഞ സ്ഥലങ്ങളിൽ ഇവർ സീറ്റ് ആവശ്യപ്പെടുമ്പോൾ അവിടെ തിരിച്ചടി നേരിടാൻ പോകുന്നത് BJP-ക്കാണ്, ഈ പറഞ്ഞ രണ്ടാം നിരയിലെ നേതാക്കൾക്ക് തന്നെയാണ്. അതെ, അത് മാത്രമല്ല, പിന്നെ മേഘം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് BJP ശോഭ സുരേന്ദ്രൻ മത്സരിച്ച് കടകംപള്ളി സുരേന്ദ്രൻ വെള്ളം കുടിച്ച സ്ഥലമാണ്. അവിടെ ഇപ്പൊ ആർക്കാ വേണമെന്ന് പറയുന്നത്, BDJS-ന് വേണമെന്ന് പറയാം. അപ്പൊ മുരളീധരൻ എന്താ, മുരളീധരൻ നെക്ക് നിന്നതാണ്, ഇടിച്ചിടിച്ച് നിന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ നിന്ന് ആ സ്ഥലത്ത് BDJS എന്ന് പറഞ്ഞാൽ അവിടെ ആര് വോട്ട് ചെയ്യാനാ എനിക്കറിയില്ല. കായംകുളത്ത് വേണമെന്ന് പറയുന്നു. കായംകുളത്ത് ശോഭ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് നേടിയ വോട്ടിന്റെ ലീഡ് നമുക്കറിയാം. ഇവർ പറയുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ BJP-ക്കാരല്ല, ഒരു സാധാരണ രാഷ്ട്രീയം പഠിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പൊതുജനവും മൂക്കത്ത് വരില്ലോ. ഈ BDJS നിന്ന് എന്ത് ചെയ്യാൻ, ചിരിക്കാനൊരു വകയായിരിക്കും. CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ സ്വഭാവം അറിയാലോ, അവർ പരിഹസിച്ച് തള്ളും. അതെ, ഇപ്പോൾ BJP-യുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ, അതുപോലെ തന്നെ ഈ പറഞ്ഞ മുരളീധരൻ, VV രാജേഷ്, ഇവരെല്ലാരും തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. ശോഭാ സുരേന്ദ്രനൊക്കെ ഈ പറഞ്ഞ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോഴാണെങ്കിലും ഇവിടെ മത്സരിച്ചപ്പോഴാണെങ്കിലും വലിയൊരു വോട്ട് ഷെയറിന്റെ ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് നിന്നാണ് വിജയിച്ചിട്ടുണ്ട്, ഒരിക്കലും അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അവർ വിജയിച്ചു. പക്ഷേ ആ വിജയത്തിന്റെ തോത് കുറച്ചത് ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാക്കളെ. അതെ, അപ്പൊ BJP-യിലെ ഈ പറഞ്ഞ നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ വന്നു ചേർന്ന ആൾക്കാരെ പരിഗണിക്കുന്നതിന്റെ ഭാഗമായി ഈ പറഞ്ഞ സീറ്റുകളെല്ലാം വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. സീറ്റുകൾ വിട്ടുകൊടുക്കുന്നതിന്റെ ഫലമായിട്ട് BJP-ക്ക് കിട്ടാനുള്ള വോട്ട് പോകും. കാര്യം BJP-ക്ക് കുറച്ച് വോട്ട് ഷെയർ ഉണ്ട്. ആ വോട്ട് ഷെയർ പോകും. ഇവർ കരുതുന്ന പോലെ ഈസി ആയിട്ടൊന്നും ഇവർക്ക് പല മണ്ഡലങ്ങളിലും ഇവർക്കിപ്പോൾ അവർ പറയുന്നത്, പുറമെ നമ്മുടെ BJP സുഹൃത്തുക്കളെയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അവരെല്ലാം പറയുന്നത് ഞങ്ങൾ ഇത്തവണ 10 സീറ്റെങ്കിലും പിടിക്കുമെന്നൊക്കെയാണ്. ആദ്യം ഈ പ്രശ്നം എങ്ങനെ തീർക്കുമെന്ന് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ഈ 2020 എന്നൊക്കെ പറയുന്നത് വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി എവിടെയൊക്കെ 2020 വേണമെന്ന് പറയോ, ഇനി അടുത്ത BDJS എവിടെയൊക്കെ വേണമെന്ന് പറയോ, എന്നാൽ ഇവർക്ക് എത്ര വോട്ട് കിട്ടുമെന്ന് ഒരു ധാരണ പോലും ഇല്ലാതെ ഇതെല്ലാം ആവശ്യപ്പെടുന്നത്.
കഷ്ടം. പലരും ആണെങ്കിലേ ചില രണ്ടാം നിര നേതാക്കളൊക്കെ പലയിടത്ത് ഇറങ്ങി വർക്കും തുടങ്ങി കഴിഞ്ഞു BJP-യുടെ. അവരിന്റെ ഇപ്പൊ എന്ത് ചെയ്യും? അവരിപ്പോ പറയുന്നത് 10% വോട്ടെങ്കിലും കഴിഞ്ഞ തവണ നമുക്ക് കൂടുതൽ കിട്ടിയ സ്ഥലങ്ങളിൽ നമുക്ക് തന്നെ വേണം, ഇവർ ആവശ്യപ്പെടുന്നത് കൊടുക്കരുത് എന്നാണ്. ഇപ്പം ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നേതാവുണ്ടല്ലോ, അദ്ദേഹം വിചാരിക്കുന്നത് ഈഴവ കമ്മ്യൂണിറ്റി ഇദ്ദേഹത്തിന്റെ മകനും BDJS കൂടെ വന്നു കഴിഞ്ഞാൽ അവരെല്ലാം വോട്ട് കൊടുക്കുമെന്നാണ്. എനിക്കറിയില്ല മേഘ. ഞാനൊരിക്കലും കാര്യം ഈ പറയുന്ന SNDP സമുദായവുമായും അല്ലാതെയുമായിട്ടുള്ള എനിക്ക് നിരവധി പേരുമായി ബന്ധമുള്ളതാണ്. അവരൊക്കെ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ അവിടെ ഇരുന്ന് പറഞ്ഞോളും, നമുക്ക് താല്പര്യമുള്ളത് ഞങ്ങൾ ചെയ്യും. തീർച്ചയായും അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്ന BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു പറഞ്ഞ നേതൃമികവിനോട് BJP-ക്ക് ഉള്ളിൽ തന്നെ ചില പൊട്ടിത്തെറികളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് ആഭ്യന്തര കലഹം വളരെയധികം ഉണ്ട്. അതെ, ഉറപ്പായിട്ടും. ഇന്നിപ്പോ മാതൃഭൂമിയിൽ ഒരു ചിത്രം നിങ്ങൾ കണ്ടോന്ന് അറിയില്ല, അതിൽ V. മുരളീധരൻ ഷേക്കൻഡ് കൊടുക്കുന്ന രംഗം കണ്ടോ? V. മുരളീധരൻ ഷേക്കൻഡ് കൊടുക്കുന്ന രംഗം കാണുമ്പോൾ തന്നെ അവർ എത്രത്തോളം അകൽച്ചയിലാണ് എന്നുള്ളത് അറിയാം. അതെ, അപ്പോൾ തന്നെ അവിടെ BJP-ക്ക് ഉള്ളിൽ ഇപ്പോ കേരളം പിടിക്കുമെന്ന് BJP പറയുന്നുണ്ടെങ്കിലും ആദ്യം പിടിക്കേണ്ടത് ഉള്ളിലുള്ള ഈ പറഞ്ഞ പൊട്ടിത്തെറികൾ ഒട്ടിച്ചേർക്കുക എന്നുള്ള ഒരു ആദ്യത്തെ കടമ്പയുണ്ടല്ലോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന കേരളം പിടിക്കുന്ന തരത്തിലേക്ക് അവർ ഉയരേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. 20% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന ഒരു പാർട്ടി 16%-ലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് തിരിച്ച് 20-ലേക്ക് വന്നാൽ അതിന്റെ മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇപ്പോൾ BJP-ക്ക് സാധിക്കില്ല എന്നുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. ഇതൊരു ചിരിക്ക് വക നൽകുന്ന CPM-നെ പോലത്തെ ഒരു പാർട്ടിക്ക് പരിഹസിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമോ എന്ന് നമുക്ക്. കാര്യം BJP അങ്ങനെ എഴുതി തള്ളാൻ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളെ കൊണ്ടൊന്നും കഴിയുന്നിരിക്കുന്നില്ല. ഞാൻ BJP എഴുതി തള്ളാനൊന്നും തയ്യാറല്ല. കാര്യം എന്ന് വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും അവരുടെ രാഷ്ട്രീയ തന്ത്രം അങ്ങനെയാണ്. അവർ കാര്യം അമിത്ഷായും ഈ പറയുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്നത് നമ്മൾ പലയിടത്തും കണ്ടു. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമെന്ന് നമുക്ക് ഒരു വേള ചിന്തിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അല്ലേ? ആ ഭാഗത്ത് ഇപ്പൊ BV രാജേഷ് ഒരു നല്ല നേതാവൊക്കെ തന്നെയാണ്, തീർച്ചയായിട്ടും നല്ല നേതാവാണ്. അവിടെ നിറയെ നല്ല നേതാക്കളുള്ള ഒരു കോർപ്പറേഷൻ തന്നെയാണ്. പക്ഷെ അതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഗുജറാത്ത് പിടിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് ഇവർ നിസാരപ്പെടുത്തി തള്ളിക്കളയാനും കഴിയില്ല. നമുക്ക് നോക്കാം ഈ വന്നൊട്ടികൾ ഇവർക്ക് വിനയായി തീരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ BDJS-ഉം ഈ പറഞ്ഞ 2020 ഒക്കെ വരുന്നതിന് മുൻപ് BJP-ക്ക് ഒരു നറേറ്റീവ് ഉണ്ടായിരുന്നു. LDF-ന്റെ കാര്യം എടുത്തു നോക്കൂ, UDF-ന്റെ കാര്യം എടുത്തു നോക്കൂ. ഇവർക്കെല്ലാം സ്വന്തം നയം മാത്രമല്ല, ഈ കൂടെ വന്ന അലയൻസുകളുടെ എല്ലാം നയം കൂടി ഇവർക്കുണ്ട് എന്നൊരു നറേറ്റീവ് അവർ സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ BJP എത്തി നിൽക്കുന്നതും അതിൽ തന്നെയല്ലേ. 2020 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2020-യുടെ കാര്യം പറയുകയാണെങ്കിൽ LDF-ഉം വേണ്ട, UDF-ഉം വേണ്ട, BJP-യും വേണ്ട, ഞങ്ങളങ്ങ് ഭരിക്കും, ഞങ്ങളങ്ങ് നോക്കും എന്ന് പറഞ്ഞ ഒരു പാർട്ടി വരുന്നു. എന്നിട്ട് അവർ നേരെ പോയി BJP-ലേക്ക് ലയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എനിക്ക് ചിരി വന്നു കേട്ടോ. ഞങ്ങള് തന്നെ എല്ലാം നയിക്കുമെന്ന്. കൊഞ്ചു തുള്ളിയാൽ ചട്ടിയോളം അതിനപ്പുറം പോകത്തില്ലല്ലോ. അതെ, അപ്പൊ ഈ പറയുന്ന പോലെ ഇവരെല്ലാം BJP ചേർത്ത് നിർത്തുന്നു. അപ്പോൾ ഇവർ ആദ്യം പറഞ്ഞ നറേറ്റീവ് അവിടെ തന്നെ പൊട്ടിയിരിക്കുന്നു. അവർ പറയുന്ന പോലെ ഞങ്ങൾ BJP എന്ന് പറഞ്ഞാൽ BJP മാത്രമാണെന്ന് പറഞ്ഞ നേതാക്കളുണ്ട്. പക്ഷെ ഇപ്പോൾ BJP എന്ന് പറഞ്ഞാൽ BJP മാത്രമല്ല. ഈ തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ 2020-ലെ സാബുവും അതുപോലെ BDJS-ന്റെ തുഷാർ വെള്ളാപ്പള്ളിയും അതുപോലെ വെള്ളാപ്പള്ളി നടേശനും എല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. അപ്പൊ BJP ശരിക്കും പറഞ്ഞ BJP നേതൃത്വം ചിന്തിക്കേണ്ടത് ആദ്യം മുതലാണ്. രാജീവ് ചന്ദ്രശേഖറിനെ നൂലിൽ കെട്ടി ഇറക്കിയപ്പോഴാണോ ഇവർക്ക് പാളിപ്പോയത്? അതോ അതിനുശേഷം ഈ പറഞ്ഞ ചേട്ടന്റെ ഭാഷയിൽ പറഞ്ഞ വന്നൊട്ടികൾ വന്നതുകൊണ്ടാണോ, അവിടെയാണോ പാളിപ്പോയതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ 2035-ലും കേരളം പിടിക്കാൻ സാധിക്കില്ല. ആ പോയിന്റാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന നൂലിൽ കെട്ടി ഇറക്കിയ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് കേരള പൊളിറ്റിക്സ് അത്ര അറിയില്ല. അദ്ദേഹം ഒരു ബിസിനസ് മാൻ ആണ്. അത് എനിക്കൊന്ന് രാഷ്ട്രീയം അറിയുന്ന എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു ബിസിനസ് മാൻ ആണ്. അദ്ദേഹത്തെ കൊണ്ട് എത്ര സാധിക്കും എന്നുള്ളതാണ്. എന്നാലും ഈ പറയുന്ന പോലെ 2035-ൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കേരളം പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആദ്യത്തെ കടമ്പ മുതൽ പുനർവിചിന്തനം ചെയ്ത് പരിശോധിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്.